ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ അഞ്ചാമത്തെ സർവീസ് വിജയകരമായി എന്ന് പറയാൻ പറ്റൂല. അലമ്പായി. അഞ്ചാമത്തെ സർവീസ് കമ്പനിക്കാർ ചെയ്തു തന്നിട്ടുണ്ട്. ഹാൻഡിലാണെങ്കിൽ എല്ലാ സർവീസിനും കൊണ്ടുപോകുമ്പോഴും ഞാൻ പറയണേ ഹാൻഡിലിന് ഈ വെട്ടിലാണ് ഭയങ്കര കുടച്ചിലുണ്ട്, അങ്ങനെ ചെയ്തു തരണം എന്ന് പറഞ്ഞ് എല്ലാ പ്രാവശ്യവും വണ്ടി അവന്മാർ പൊളിക്കും. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പണി അറിഞ്ഞ് ഇവിടുത്തെ പയ്യന്മാരെയൊക്കെ ഇരിക്കും നിർത്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴ് വണ്ടി പൊളിച്ചതിന് ശേഷം വീണ്ടും നല്ല കുടച്ചിലെന്ന് വെച്ചാൽ ഫ്രണ്ട് നല്ല കുടച്ചിലാണ്. അവന്മാർ ചെയ്തെന്ന് വെച്ചാൽ ഓയിലൊക്കെ മാറി, ഇവന്മാർ പ്ലഗ്ഗൊക്കെ മാറിയതിനു ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ഒറ്റ സ്റ്റാർട്ടിൽ സ്റ്റാർട്ടാവില്ല. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ സ്റ്റാർട്ടാവുള്ളൂ. പിന്നെ ഇത് പോയി കിടന്ന് ഇത് ഇളക്കി മാറ്റിയിട്ട് വേറെ പുതിയതിട്ട് തന്ന്. അത് പിന്നെ ഇവിടെ ബെൻഡാണ്, അത് അവന്മാർ ക്ലിയർ ചെയ്ത് അങ്ങനെ ചെയ്ത് തന്നില്ല. പിന്നെ ബാക്കി വേറെ ഇതൊന്നുമില്ല. ബ്രേക്ക് കുറവായിരുന്നു, അങ്ങനെ ബ്രേക്ക് അവർ കൊള്ളിച്ച് തന്ന്. ബ്രേക്ക് ഇപ്പം സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്, നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഓയിലെല്ലാം മാറി. മൈലേജ് വലിയ കുഴപ്പമില്ലാത്ത മൈലേജാണെന്ന് തോന്നുന്നത്. എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ നമ്മളിത് അടിക്കാൻ പോകുമ്പം തന്നെ ഏകദേശമുള്ള കിലോമീറ്റർ മൈലേജ് അതിൽ തന്നെ അങ്ങ് തീരും. പോയി കാത്തുകെട്ടി കിടന്ന് ഒരു സമയമാവും, വണ്ടി അടിച്ചെടുക്കും. ഓടാനുള്ള സമയവും കിട്ടത്തില്ല. പിന്നെ വണ്ടി കഴുകിയതൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ കഴുകി ഇടി കൊണ്ടിട്ട് കമ്പനി കൊടുത്തിട്ട് വലിയ ഇതൊന്നുമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഷാമ്പു നേരെ ഓയിലൊന്നും അടിച്ച് വണ്ടി സർവീസ് ചെയ്ത് തരില്ല. പിന്നെ ഹാൻഡിൽ ഏറ്റവും വലിയ പ്രശ്നം, ഇത് രണ്ട് കൈ നമ്മൾ പിടിച്ചിട്ട് വണ്ടി ഓടിച്ചാലും ചെറുതായിട്ട് വെട്ടലാണ്. പിന്നെ ഇടത് സൈഡിൽ ചെറിയൊരു ഒഴിച്ചിലുണ്ട്. ഈ പുറത്ത് ഏതെങ്കിലും നല്ലൊരു വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി കിട്ടാൻ വേണ്ടി ഓയിലും അല്ലറ ചില്ലറ ഇത് മാത്രം കമ്പനി കൊടുത്തിട്ട് ബാക്കിയൊക്കെ വെളിയിൽ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഗ്യാരണ്ടി കിട്ടുകയും ചെയ്യും, വേറെ ശല്യവും ഇല്ല. അങ്ങനെ അഞ്ചാമത്തെ സർവീസ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. പിന്നെ വണ്ടിയിൽ കുറച്ച് പരിപാടികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. ഏറ്റവും മെയിനായിട്ടുള്ള ആവശ്യമാണ്. അത് ഞാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓക്കെ, ബൈ. നിങ്ങളെ സർവീസ് എങ്ങനെയുണ്ട്, നല്ലതാണോ മോശമാണോ എന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇതാണ് അവസ്ഥയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ബാക്കി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഫ്രണ്ട് നല്ല ഒഴിച്ചിലുണ്ട് എനിക്കിപ്പോഴും. എന്നാണ് ഫ്രണ്ട് ഒഴിച്ചിൽ. അപ്പോൾ ഓക്കെ, ബൈ. നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ. എങ്കിൽ എനിക്ക് അറിയാൻ പറ്റും സർവീസ് എല്ലാവർക്കും ഇതാണ് അവസ്ഥയാണെന്ന് എനിക്കറിയാൻ പറ്റും. അത് എല്ലാവരെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മിക്ക ഷോറൂമിൽ ഞാൻ ഇത് സർവീസിന് കൊണ്ടുകൊടുത്ത് വണ്ടി സർവീസിന് കൊണ്ടുകൊടുത്താലും രാവിലെ പോയാൽ രാത്രി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചിറങ്ങുമ്പം അതും ഭയങ്കര ഡിലേ. പിന്നെ കണ്ടവനെ വണ്ടി ഇറക്കില്ല, അതിൻ്റെ ഇതുണ്ട്. പിന്നെ പരിചയമില്ല, വണ്ടി പണി അറിഞ്ഞൂടാ. CNG വണ്ടി അങ്ങനെ പുറത്താരും പണി ചെയ്യണം ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ഹാൻഡിലിന് വെളിയിൽ എവിടെയെങ്കിലും കൊടുത്തൊന്ന് ക്ലിയർ ചെയ്യണം. ഫ്രണ്ട് ഹെഡ് ഒന്നും കൂടെ ഇളകണം. എല്ലാ സർവീസിനും ഞാൻ വലിച്ച് പൊളിച്ചിളക്കിയാണ് ഇളപ്പിക്കുക. പൈസ പോകണം മാത്രം വീഴ്ച. ഒരു 3 രൂപ അടുപ്പിച്ച് എനിക്കായി വണ്ടി സർവീസിന് കൊടുത്തപ്പം. മൈലേജ് ഞാൻ വഴിയെ കമൻറ്റ് ചെയ്യാം. 2400 കിലോമീറ്ററായി, അല്ല 20,400 കിലോമീറ്ററായി എനിക്കിപ്പം തന്നെ. അപ്പോൾ ഓക്കെ, ഇതിൽ കുറച്ച് ചേഞ്ചുകൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. ഓക്കെ, ബൈ.